ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് സുവോളജി പ്രാക്ടിക്കൽ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതായത് 10 ക്വസ്റ്റ്യൻസ്, 11ാമത്തെ വൈവിയും 12ാമത്തെ പ്രാക്ടിക്കൽ ലോഗുമാണ്. അപ്പോൾ അതിൻ്റെ മാർക്കിംഗ് സ്കീം നമുക്കിവിടെ കാണാം. അപ്പോൾ ഞാൻ ഓടിച്ചെൻ്റെ റെക്കോർഡൊന്ന് കാണിക്കാവേ. ഇതാണ് എൻ്റെ റെക്കോർഡ്. അപ്പോൾ ഞങ്ങളുടെ സുവോളജി പ്രാക്ടിക്കൽ കഴിഞ്ഞു. നിങ്ങളെൻ്റെ റിവ്യൂ വീഡിയോ കണ്ടു കാണും. ഇതാ കിഴിച്ചിട്ടൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് വരുന്നത് ഒരു ഇൻവെർട്ടിബ്രേറ്റ് ആനിമലിനെ തിരിച്ചറിയാനാണ്. അത് ഹൈഡ്ര, ലിവർ ഫ്ലൂക്ക്, അതുപോലെ എന്താണ് അസ്കാരിസ്, എർത്ത് വോം, ലീച്ച്, പ്രോൺ, അങ്ങനെ ഒത്തിരി ഉണ്ട്. സിൽക്ക് വോം. ഇതിൻ്റെ എല്ലാം അഡാപ്റ്റേഷൻസും എക്കണോമിക് ഇമ്പോർട്ടൻസും ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സും അതുകൊണ്ട് പൈല, അങ്ങനെ ഇതിങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് വെർട്ടിബ്രേറ്റ് ആനിമൽസ്, അത് ഇത്രയില്ല, കുറച്ചേ ഉള്ളൂ. ഇത് കണ്ടോ, പിന്നെ മനോഹരമായ തവളയുടെ നടുക്കൂടിയാണ് കുത്തിക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇത്രയും വെർട്ടിബ്രേറ്റ് ആനിമൽസിനെയും കൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ റീസൺ, അതുപോലെ അഡാപ്റ്റേഷൻ, എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഇത്രയും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അതുപോലെ വിസറ ഓഫ് ഫ്രോഗ്, ഇത് മസ്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ്. നമുക്ക് എന്തായാലും വരയ്ക്കണം. കാരണം കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒഴിവാക്കിയത് ഇപ്പോൾ ഇല്ലല്ലോ, ഡിലീറ്റഡ് പോർഷൻ ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും ആൻസർ ചെയ്യണം. വിസറ ഓഫ് ഫ്രോഗ് വരയ്ക്കണം. പിന്നെ ഹ്യൂമൻ ഓർഗൻസിൻ്റെ മോഡലിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ഞങ്ങളോട് ഹേർട്ടായിരുന്നു ചോദിച്ചത്. നിങ്ങളുടെ ഇവിടെ ഏതൊക്കെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഹേർട്ട്, കിഡ്നി, ബ്രെയിനാണ് റെക്കോർഡിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പിന്നെ ടൈപ്പ് ഓഫ് മസിൽസ്, അതും ഐഡൻറ്റിഫിക്കേഷനാണ്. ഇത്തവണ തൊട്ട് ഒറിജിനലായിട്ടുള്ള ബോൺസ് അല്ലെങ്കിൽ ജോയിൻറ്റ്സ് വെക്കണം. ക്വസ്റ്റ്യൻ മാറിപ്പോയി. ഇത് മസിൽസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആയിരുന്നു. ഇത് മൈക്രോസ്കോപ്പിലാണ്. മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. സ്ട്രൈറ്റഡ് മസിൽ, നോൺ സ്ട്രൈറ്റഡ് മസിൽ, അതുപോലെ കാർഡിയാക് മസിൽ. മൈക്രോസ്കോപ്പിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യണം. ശേഷം അതിൻ്റെ പടം വരച്ചിട്ട് അത് ലേബൽ ചെയ്യണം കറക്റ്റായിട്ട്. അടുത്താണ് ഞാൻ ഉദ്ദേശിച്ച ജോയിൻസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ സൈനോവിയൽ ജോയിൻറ്റ്സ് മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ. ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, അതുപോലെ പിവോട്ട് ജോയിൻറ്റ്, ഗ്ലൈഡിങ് ജോയിൻറ്റ്, സാഡിൽ ജോയിൻറ്റ്, ഇതിൻ്റെ എല്ലാം പൊസിഷനും ഫങ്ഷനും എക്സാമ്പിളും കൂടെ പഠിച്ചു വെക്കണേ. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്ന 2 ക്വസ്റ്റ്യനിൽ ഒന്ന് ഹോമോലോഗസ്, അനലോഗസ് ഓർഗൻസിനെ തിരിച്ചറിയാനാണ്. അത് നമുക്കിതുപോലെ പിക്ചർ തന്നിട്ട് ഹോമോലോഗസ് ആണോ അനലോഗസ് ആണോ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതായത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് എവല്യൂഷൻ ആണോ എന്ന് എഴുതണം. അതുപോലെ കോമൺ ഹ്യൂമൻ ഡിസീസ്, അമീബ, പ്ലാസ്മോഡിയം വൈവാക്സ്, അസ്കാരിസ്, റിംഗ്വോംസ്, ഇതിൻ്റെയൊക്കെ ഐഡൻറ്റിഫിക്കേഷനും ഡിസീസ് കോസ്റ്റും സിംറ്റംസും നമുക്ക് എഴുതണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ചീക്ക് സെല്ലും, അതുപോലെ ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ്, ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്, ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ, ആൽബുമിൻ, എക്സുലൻറ്റും ഉണ്ട്. അതുപോലെ ചീക്ക് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെല്ലോ അല്ലെങ്കിൽ ഹ്യൂമൻ ബ്ലഡ് എക്സുലൻറ്റോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.